ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബുക്ക് യുവർ ഷോ. അപ്പോൾ പുതിയ മൂവി അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫെബ്രുവരി 14 വരുവാണ്. നമുക്കറിയാം അന്നത്തെ പ്രത്യേകത എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാലന്റൈൻസ് ഡേ ആണെന്ന്. എന്നാൽ അതല്ല, സിനി ഫെൽസിന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണത്. ഒത്തിരി മൂവീസാണ് അന്ന് റിലീസ് ആവുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന പൈങ്കിളിയാണ്. സജിൻ ഗോപു, അനശ്വര രാജൻ തുടങ്ങിയവർ നായികന്മാരാവുന്ന ചിത്രത്തിൽ ജിസ്മ വിമൽ, ചന്തു സലീംകുമാർ തുടങ്ങിയവർ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ട്രെയിലർ നമ്മൾ ഓൾറെഡി കണ്ടു. ഒരു റോം കോം ജേണറിലുള്ളൊരു മൂവിയാണ്. റോം കോംസ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ജേണറാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം റൊമാൻസ് ഇഷ്ടമില്ലാത്ത ആരുമില്ല, കോമഡി മൂവീസ് ഇഷ്ടമില്ലാത്തവരെ കാണില്ല. അപ്പോൾ റൊമാൻസും കോമഡി ആയിട്ടൊക്കെ ഉള്ളൊരു നല്ല അടിപൊളി ഒരു മൂവി തന്നെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫെബ്രുവരി 14 റിലീസ് ആവുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അടുത്തത് അരുൺ ടി ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രൊമാൻസ് ആണ്. ഇതിൽ മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, ശ്യാം, കലാഭവൻ ഷാജോൺ, ബിനു പപ്പു തുടങ്ങി ഒരു വൻ താരനിര തന്നെ അഭിനയിക്കുന്നുണ്ട്. ഇവർ ഇത്രയും പേര് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു അടിപൊളി കോമഡി മൂവി ആയിരിക്കുമെന്ന്. എനിക്കൊന്ന് ട്രെയിലർ ആദ്യം തൊട്ട് അവസാനം വരെയും കോമഡിയാണ്. അപ്പോൾ മൂവി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു റൊമാൻറ്റിക് കോമഡി അഡ്വഞ്ചർ ജേണറിലുള്ളൊരു മൂവിയാണ്. വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ എല്ലാവരും റൊമാൻസും ഡ്രാമയൊക്കെ ആയിട്ട് എല്ലാം പോയി ആസ്വദിക്കുക. അതിനിടയ്ക്കൊരു ഇടിപ്പട ആയാലോ. നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന ദാവീദും 14 തന്നെയാണ് റിലീസ് ആവുന്നത്. ഗോവിന്ദ് വിഷ്ണു ആണ് ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടു. നമ്മുടെ ആൻ്റണി വർഗീസ് ഒരു ബോക്സറായിട്ടാണ് അഭിനയിക്കുന്നത്. ആൻഡ് ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോട്ട് നമ്മൾ കണ്ടു, ലിച്ചിയും ആൻ്റണി വർഗീസും ഉള്ളൊരു ഒരുമിച്ചുള്ളൊരു സീന് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു അങ്കമാലി ഡയറീസിന് ശേഷം അവർ ഒരുമിച്ച് നമ്മൾ വീണ്ടും കാണാൻ പോവുകയാണ്. മൊത്തത്തിലൊരു അടിപൊളി ആക്ഷൻ മൂവി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും മൂവീസ് ആണ് 14 റിലീസ് ആവുന്നത്. അപ്പോൾ ഇടിപ്പടം, റൊമാൻറ്റിക് മൂവി ആൻഡ് ഡ്രാമ എല്ലാം പോയി ആസ്വദിക്കുക. നിക്ക് പോവല്ലേ. മാർവൽ ഫാൻസ് അസംബിൾ. യെസ്, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡും അന്ന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ആൻ്റോണി മാക്കിയാണ് ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് അഭിനയിക്കുന്നത്. യെസ്, നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് നമ്മുടെ ആൻ്റോണീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പുള്ളി ഓൾറെഡി അടിപൊളിയാണെന്ന് നമുക്ക് ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജിയറിലൂടെ മനസ്സിലായി. അതിൻ്റെ സീക്വലാണ് ഈ മൂവി. ഈ എല്ലാ മൂവീസും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ മൂവീസിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നമ്മുടെ ടി സ്റ്റുഡിയോസിൻ്റെ കൂടെ ചേരുന്നതായിരിക്കും. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്കനെ പ്രതീക്ഷിക്കരുത്. കൂടുതൽ മൂവി അപ്ഡേറ്റ്സിനായി വാച്ച് ബുക്ക് യുവർ ഷോ.